നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഓസ്ട്രേലിയയും ബംഗ്ലാദേശും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റിൻ്റെ ആദ്യ ദിവസം 18 വിക്കറ്റുകളാണ് വീണത്. അതൊരു ഭാഗത്ത്. കൂടാതെ സ്റ്റീവ് സ്മിത്തിനെ അമ്പയർ നിതിൻ മേനോൻ വാൺ ചെയ്യുന്ന രംഗം കണ്ടു. ഇത് ഡാർവിനിൽ തുടങ്ങിയതാണ്. അത് സൗത്ത് മെക്കയിലേക്കും കൊണ്ടുവന്നു സ്റ്റീവ് സ്മിത്ത്. അനുവദിക്കാൻ പാടില്ലാത്ത കാര്യം. അതായത് ടസ്കിൻ അഹമ്മദിൻ്റെ പന്തിൽ അദ്ദേഹം LBW ആണോ എന്നൊരു സംശയം. അപ്പീൽ അമ്പയർ നിരസിക്കുന്നു. സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശി താരങ്ങൾ DRS കൊടുക്കണോ എന്നുള്ള ഡിസ്കഷൻ നടത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി ചെല്ലുന്നു മൈറ്റിത്തരം കാണിച്ചുകൊണ്ട്. എന്നിട്ട് അവരോട് പറഞ്ഞു എടുക്ക് DRS എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് ഡാർവിനിൽ ഇതേപോലെ സംഭവിച്ചതാണ്. എടുക്ക് DRS വേസ്റ്റ് ചെയ്യുന്നൊക്കെ DRS എടുക്കാൻ വേണ്ടി ചർച്ച ചെയ്യുന്ന എതിർ ടീമിൻ്റെ താരങ്ങളെ പ്രകോപിപ്പിക്കുക. അത് മൈൻഡ് ഗെയിമാണ്, ബാൻഡറാണെന്നൊക്കെ പറയാൻ ആളുണ്ടാവും. നിങ്ങളൊക്കെ തന്നെയാണ് ഇത് ജെൻറ്റിൽമാൻസ് ഗെയിമാണ് എന്ന് പറഞ്ഞ് വരാറുള്ളത്. എന്നിട്ട് ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ DRS എന്നുള്ളത് അത് ആ ടീമിൻ്റെ അവകാശമാണ്. അപ്പോൾ സ്റ്റീവ് സ്മിത്താണ് റിവ്യൂ ചെയ്യുന്നതെങ്കിൽ സ്റ്റീവ് സ്മിത്തും അദ്ദേഹത്തിൻ്റെ നോൺ സ്ട്രൈക്കർ എൻഡിലുള്ള ആളും കൂടി ഡിസ്കസ് ചെയ്താണ് അത് പറയുന്നത്. അല്ലാതെ മറുഭാഗത്തു നിന്ന് മറ്റേ ടീമിൻ്റെ മുഴുവൻ കളിക്കാരിങ്ങനെ വട്ടം വളഞ്ഞ് നിന്നിട്ട് എടുക്കടാ DRS എടുക്കടാ എന്ന് പറയില്ലല്ലോ. അത് അവരുടെ തീരുമാനങ്ങളെ ബാധിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശിൻ്റെ ബൗളർമാർ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ ബൗളിംഗ് ടീമായി നിൽക്കുന്ന സമയത്ത് എടുക്കുന്ന DRS തീരുമാനം. അതിൻ്റെ ഇടയിലൊന്നും കയറി ചെല്ലാൻ ഒരു മൈറ്റിത്തരങ്ങൾക്കും അവകാശമില്ല എന്നുള്ള യാഥാർത്ഥ്യം. അത് തന്നെയാണ് നിതിൻ മേനോൻ അടുത്ത് എന്നിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, വാണിംഗ് കൊടുത്തു. അപ്പോൾ സ്റ്റീവ് സ്മിത്ത് ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ട് അമ്പയർമാരും അതിനെതിരെ നിലപാടെടുക്കുന്നത് കണ്ടു. നല്ല കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള മൈറ്റിത്തരങ്ങൾ കളിയെ മോശമാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എന്താ വെച്ചാൽ ഇത് എല്ലാവരും പറയുന്ന പോലെ ജെൻറ്റിൽമെൻസ് ഗെയിമല്ല, അങ്ങനെയുള്ള വെപ്പ്. ഇത് ഇവർ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണെന്നേ. പക്ഷെ തിരിച്ച് നന്നായി അങ്ങ് കിട്ടുമ്പോൾ പിന്നെ ഡിപ്രഷനായി, പ്രശ്നമായി അല്ലേ. മുമ്പ് ഹർഭജൻ സിംഗുമായിട്ടൊന്ന് മുട്ടിയിരുന്നല്ലോ സൈമൺസ്. പിന്നെ നടന്ന് നമുക്കറിയാം. വേണ്ടെന്നേ, മുമ്പ് സർവൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് വാങ്ങിച്ചു കൂട്ടിയില്ലേ മെഗ്രാത്ത്. പിന്നെ വർഷങ്ങളെടുത്തു പോലും സർവൻ്റെ വാക്കുകൾ അങ്ങ് കൊണ്ടിട്ട് അതിൽ നിന്ന് ഡിപ്രഷന്ന് രക്ഷപ്പെടാൻ മെഗ്രാത്തിന്. ജസ്റ്റിൻ ലാംഗറൊക്കെ വന്നിട്ടത് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ. എന്താണ് അപ്പോൾ കിട്ടാനുള്ളത് ചോദിച്ച് വാങ്ങുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നടപ്പാണ്. ഡിപ്രഷനായി, മറ്റേതായി, മറിച്ചതായി, ഇതൊക്കെ ചോദിച്ച് വാങ്ങുന്നതാണ്. ആ മൈറ്റിത്തരൊന്നും പണ്ടത്തെ പോലെ ആരും ഇപ്പോൾ സമ്മതിക്കുന്നില്ല. തിരിച്ചു പറയാനുള്ളതൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീഡിയോസ് അനുഭവിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ് എത്താം.